അവർ രണ്ടുപേരും പറഞ്ഞു, ആദം നബിയും ഹവ്വാ ബീവിയും, റബ്ബനാ ളലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി റബ്ബേ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് മാപ്പ് തരികയും ചെയ്തില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടവരിൽ പെട്ടുപോകും റബ്ബേ. ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. പിശാചും തെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പിശാച് തെറ്റ് ചെയ്തു. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ പറഞ്ഞപ്പോ അവനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവൻ എന്താ പറഞ്ഞത്? അന ഖൈറും മിൻ ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ, ഞാനാണ് ആദമിനെക്കാളും അലൈഹിസ്സലാം മേലെയുള്ളത് ഞാനാണ്. നീ എന്നെ പടച്ചത് തീ കൊണ്ടല്ലേ, ആദമിനെ പടച്ചത് അലൈഹിസ്സലാമിനെ മണ്ണ് കൊണ്ടല്ലേ പടച്ചത് എന്നവൻ പറഞ്ഞു. അഹങ്കാരമുണ്ടായി. അല്ലാഹു മറുപടി കൊടുത്തു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, അഭിശപ്തനായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോ. വഅന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, ലോകാന്ത്യം വരെ നിനക്കെന്റെ ശാപമുണ്ടാകുമെന്ന് അല്ലാഹു പിശാചിനോട് പറയാൻ കാരണം എന്തേ? തിന്മ ചെയ്തപ്പോൾ ഞാനത് ചെയ്തു പോയി റബ്ബേ എന്ന പശ്ചാത്താപത്തിന്റെ ഒരു വാക്കവൻ പറഞ്ഞില്ല എന്നതാണ്. ഇപ്പോഴും അവന് പറയാം, പക്ഷെ അവൻ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് റബ്ബി ബിമ അഗ്വൈതനി, പടച്ചവനെ നീയാണ് എന്നെ പഴപ്പിച്ചത്, നീയാണ് എന്നെ പഴപ്പിച്ചത്, അതുകൊണ്ട് ആദമിന്റെ മക്കളെ മുഴുവൻ ഞാൻ പഴപ്പിക്കും. അള്ളാഹുവിനോട് വെല്ലുവിളിച്ചവനാണവൻ. പക്ഷേ മുഅ്മിനീങ്ങൾ പറയുന്നത് റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, പടച്ചവനെ ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പോയി റബ്ബേ, നീ എനിക്ക് മാപ്പ് നൽകണമേ. ഇതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാഹുമ്മ ഇന്നി, ഹബീബിന്റെ ദുആയുണ്ട്, അത്തഹിയാത്തിന്റെ അവസാനത്തിലൊക്കെ ദുആ ഇറക്കാൻ പറ്റുന്ന ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ കബീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ, ഞാൻ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു പോയി റബ്ബേ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. സ്കൂളിൽ പഠിക്കുമ്പോ, കോളേജിൽ പഠിക്കുമ്പോ, ടൂർ പോകുമ്പോ, ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോ, തിന്മകളുടെ അവസരങ്ങൾ വന്നു ചേർന്നപ്പോ അള്ളാഹുവിന്റെ പടച്ചവന്റെ ദീനും ശറഇന്റെ നിയമങ്ങളും പഠിക്കാതിരുന്നപ്പോ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ഫഗ്ഫിർലി, മാപ്പ് നൽകണേ. വഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹുവേ നിനക്ക് മാത്രമല്ലേ കഴിയൂ. ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക്, നീ എനിക്ക് മാപ്പ് നൽകണമേ. വർഹംനി, മാപ്പ് നൽകിയാൽ മാത്രം പോരാ, നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കരുണ കൊണ്ട് എന്നെ പൊതിയണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, പടച്ചവനെ നീയാണല്ലോ മാപ്പ് ചെയ്യുന്നവൻ, നീയാണല്ലോ കരുണ ചെയ്യുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി തങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞ ദുആയാണിത്. ഒന്ന് ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഖിദ്ർ നബിയോടുകൂടെ യാത്ര പോയ ചരിത്രം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം അല്ലാഹു വിവരിക്കുന്നു. ലദുന്നിയായ അറിവ് പുസ്തകങ്ങളിലോ ഇൻഫോർമേഷന്റെ സോഴ്സുകളിൽ നിന്നോ കിട്ടേണ്ടതിന് പകരം അള്ളാഹു നേരിട്ട് ഹൃദയവിശുദ്ധിയുള്ള ആളുകളുടെ കൽബിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരുതരം ഇൽമുണ്ട് എന്ന് മൂസനബിയെ പഠിപ്പിക്കാൻ അള്ളാഹു മൂസനബിയോട് ചെയ്യാൻ പറഞ്ഞ യാത്ര ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ
ഇന്നത്തെ ഷർമു ഷെയ്ഖിന്റെ ഭാഗത്ത്, മജ്മഉൽ ബഹ്റൈനിന്റെ ഭാഗത്ത്, ഈജിപ്തിന്റെ ഭാഗമായ ആ ഒരിടത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിദർ നബി അന്വേഷിക്കാൻ പറഞ്ഞ് കൂടെ കൊണ്ടുപോയ യാത്രയുടെ വിശദീകരണം, ആ ചരിത്രം നമുക്ക് അറിയുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിദർ നബി പറഞ്ഞത്, എന്നോടൊന്നും ചോദിക്കരുത്, അതിന്റെ വിവരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ചെയ്യുന്നതിനെ നിങ്ങൾ ആ സമയത്ത് എന്നോട് നിങ്ങൾ ചോദിക്കരുത്, പിന്നീട് ഞാൻ പറഞ്ഞു തരും. അങ്ങനെ ഒരു വിവരം കൊടുത്തിട്ടും ക്ഷമ പാലിക്കാൻ കഴിയാതെ ഖിദർ നബി അലൈഹിസ്സലാം ചെയ്ത പലതും മഹാനായ മൂസ നബിക്ക് ഇഷ്ടപ്പെടാതെ മറന്നുപോയതിന് നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്. മറവിക്ക് ശിക്ഷിക്കാൻ പാടില്ല, മറന്നുപോയി. ലാ തുആഖിദ്നി ബിമാ നസീത്. എന്നിട്ട് മൂസ നബി അങ്ങോട്ട് പറഞ്ഞു, ഖാല ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റാ. കപ്പൽ പൊളിച്ചപ്പോ മൂസാ നബി പറഞ്ഞു, എന്തിനാ ഇത് ചെയ്തത്? ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞപ്പോ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇത് ചെയ്തത്? എന്നിട്ട് മൂസ നബിയോട് ഖിദർ നബി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചോദിക്കരുത് എന്ന്? മൂസ നബി അങ്ങോട്ട്, ഖിദർ നബിയെ, ഇനി എങ്ങാനും ഇത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫലാ തുസാഹിബിനി, നിങ്ങൾ എന്നെ കൂടെ കൂട്ടരുത്. ഫലാ തുസാഹിബിനി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റാ. ഒരു എക്സ്ക്യൂസ് എനിക്ക് തന്നൂടെ, ഒരു എക്സ്ക്യൂസ് എനിക്ക് തന്നുകൂടെ എന്ന് തനിക്ക് പറ്റിയ തെറ്റിനെ സമ്മതിച്ചു നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതൊരു ക്വാളിറ്റിയാണ്. തെറ്റുപറ്റി എന്ന് പറയുന്നത് സമ്മതിക്കുന്ന ക്വാളിറ്റിയാണ്. ഒരു ഓസ്ട്രേലിയക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം, അദ്ദേഹത്തിൻ്റെ ചില വീഡിയോ ഉണ്ട്. അതിൻ്റെ പേര് തന്നെ സോറി എന്നാണ്. സോറി എന്ന് പറയില്ല, ഐ എം സോറി ആൻ ഇസ്ലാമിക് വീഡിയോ എന്നോ ഇസ്ലാമിക് ഷോർട്ട് ഫിലിം എന്നോ അടിച്ചാൽ യൂട്യൂബിൽ കിട്ടും. ഇതൊരു ക്വാളിറ്റിയാണ് സോറി എന്ന് പറയുന്നത്. ഐ എം സോറി, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. അത് വലിയവരും ചെറിയവരും പണ്ഡിതരും പാമരരും നേതാക്കളും ഭരണകർത്താക്കളും ഒക്കെ പറയാറുണ്ട്, നല്ലവർ, എന്നാൽ പറയാത്തവരുമുണ്ട്. അത് പറയുന്നതൊരു ക്വാളിറ്റിയാണ്. മൂസ നബി അലൈഹിസ്സലാം അങ്ങനെ. സയ്യിദുനാ ഈസ നബിയുടെ മനോഹരമായൊരു സംഭവമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്. പുണ്യ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബി അലൈഹിസ്സലാം റഅ ഈസ ഇബ്നു മറിയം റജുലൻ യസ്രിഖ്. ഇത് വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഒരാൾ മോഷണം ചെയ്യുന്നത് ആര് കണ്ടു? നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. ഒരാൾ മോഷ്ടിക്കുകയാണ്, അത് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. ആര്? പ്രവാചകനായ അള്ളാഹുവിന്റെ കലിമത്തും റൂഹുമായ നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. അപ്പോൾ ഈസ നബി ചോദിച്ചു, അസ്റഖത, നിങ്ങൾ മോഷ്ടിച്ചോ? അപ്പം മോഷ്ടിച്ച ആള്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഏതൊരു പടച്ചവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഈസാ നബി ഇത് കണ്ടുകൊണ്ട് കണ്ടതാണ് അയാൾ മോഷ്ടിക്കുന്നത്. മോഷ്ടിച്ചോന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അള്ളാഹുവിനെ സത്യം ചെയ്തു പറഞ്ഞു, അള്ളാഹിനെ തന്നെയാണ് സത്യം. ഏതൊരു പടച്ചവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഈസാ നബിയുടെ മറുപടി, ആമൻതു ബില്ലാഹി വകദ്ദബ്തു ഐനി, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, ഞാൻ എൻ്റെ കണ്ണിനെ കളവാക്കി, എൻ്റെ കണ്ണ് കണ്ടത് സത്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം അതിന് മറുപടിയും കൊടുത്തു. എന്നാ ഞാൻ കണ്ടത് തെറ്റായിരിക്കും, എൻ്റെ കണ്ണ് പഴച്ചതായിരിക്കും എന്ന് പറയൂലേ. ആമൻതു ബില്ലാഹി വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിന്റെ നാമം വെച്ച്, അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, by God who there is no deity besides him, അല്ലാഹു അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, അങ്ങനത്തെ പടച്ചവൻ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇവരൊക്കെ പറയുമ്പോൾ പേടിച്ചു പോയി നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. കുഴപ്പമില്ല, ആമൻതു ബില്ലാഹ്, ഞാനും ഒരു മുസ്ലിമാണ്, മുഅ്മിനാണ്. പിന്നെ ഞാൻ കണ്ടത്, എൻ്റെ കണ്ണാണ് കളവ് പറഞ്ഞത്, എൻ്റെ കണ്ണ് കളവ് പറഞ്ഞു, നീ കളവ് പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹിനെ വെച്ച് സത്യം ചെയ്യുന്നൊരു മനുഷ്യൻ നുണ പറയൂലല്ലോ. നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം സ്വന്തത്തെ കുറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ എൻ്റെ കണ്ണിനെയാണ് ഞാൻ കളവാക്കുന്നത്, എൻ്റെ കണ്ണ് പറഞ്ഞതാണ് നുണ, നീ പറഞ്ഞ നുണയല്ല കേട്ടോ എന്ന് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയും,
ഈ ഹദീസിനെ മഹാന്മാർ വ്യാഖ്യാനിച്ചു. എന്താണ് ഈസാ നബി അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ആ മോഷണം ചെയ്ത ആളുടെ മോഷണത്തെ വ്യാഖ്യാനിച്ചു. ഒന്നുകിൽ അത് അയാളുടെ തന്നെ ഷോപ്പായിരിക്കും, ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ അയാൾ അവിടെ കൊണ്ടൊന്ന് ഒളിപ്പിച്ചു വെച്ച അയാളുടെ ഒരു സൂക്ഷിപ്പ് സ്വത്ത് എടുക്കാൻ വന്നതായിരിക്കും. കാണുമ്പോൾ ഇതൊക്കെ മോഷണമെന്നാ തോന്നുക അല്ലേ? സ്വന്തം ഷോപ്പ് പാതിരാക്കി എല്ലാവരും ഷോപ്പ് അടച്ചു പോയി ഒരു പുലർച്ചെ 2 മണിക്ക് 3 മണിക്ക് ഷട്ടർ തുറന്നിട്ട് സ്വന്തം ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോരുകയാണെങ്കിലും കാണുന്നൊരു വിചാരിക്കും, ആ കള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കയറിയത് സ്വന്തം ഉടമസ്ഥനായിരിക്കും. ഈസാ നബി പറയാണ്, എൻ്റെ കണ്ണാണ് കളവ് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു കേട്ടോ എന്ന്. അങ്ങനെ ഒരു സത്യം ചെയ്ത് പറഞ്ഞപ്പോ ഈസാ നബി അലൈഹി സ്വലാം എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രവാചകന്മാരുടെ ചര്യയാണ്. തെറ്റുകൾ സമ്മതിക്കുന്നത് ഒരു ന്യൂനതയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما. പ്രവാചകരെ, അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹു നിങ്ങൾക്ക് ന്യായപ്രമാണമായ വിശുദ്ധ ഖുർആൻ ഇറക്കി തന്നു. ബിൽ ഹഖ്, അത് സത്യമാണ്, അത് ന്യായമാണ്, അത് പ്രമാണമാണ്. എന്തിന്? ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാകല്ലാഹ്. അള്ളാഹു അങ്ങയെ പഠിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ വിധി പറയാൻ വേണ്ടിയാണ് ഖുർആൻ. ഖുർആൻ ന്യായ പുസ്തകമാണ്, ഖുർആൻ ന്യായമാണ്, സത്യമാണ്. അതുകൊണ്ട് വലാ തകുൻ ലിൽ ഖായിനീന ഖസീമാ. നബിയേ, വഞ്ചന ചെയ്യുന്ന ആളുകളുടെ കൂടെ, അവരുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്യരുതേ നബിയേ, അവരുടെ കൂടെ കൂടരുത്. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണമേ. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. അള്ളാഹു മാപ്പ് തരുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ولا تجادل عن الذين يختانون أنفسهم. സ്വന്തം ശരീരങ്ങളോട് വഞ്ചന ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നബിയേ അങ്ങ് വാദിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമാ. തിന്മകൾ ചെയ്യുന്ന, വഞ്ചന ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല നബിയേ. അതുകൊണ്ട് അവരോട് ഒരിക്കലും സമരസപ്പെട്ടു പോകുന്നതും ശരിയല്ല. തിന്മകളെ തിന്മകളായിട്ടും തിന്മകളെ തിന്മകളായിട്ടു തന്നെ അങ്ങ് കാണണം. തിന്മ ചെയ്യുന്ന ആരോടും അങ്ങ് സമരസപ്പെടരുത്. തിന്മകളോട് ഒരിക്കലും കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെയാ നബി തങ്ങളെ ഖുർആൻ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങളോട് അല്ലാഹു പാപമോചനം ചോദിക്കാൻ പറഞ്ഞു. വസ്തഗ്ഫിരില്ലാഹ്. തങ്ങൾ പാപങ്ങൾ ഇല്ലാത്തവരാണ്, തങ്ങൾ മഅസൂമാണ്, പാപ സുരക്ഷിതരാണ്. പ്രൊട്ടക്റ്റഡ് ഫ്രം സിൻസ്. മഅസൂം എന്ന വാക്കിനർത്ഥം അതാ, ഒരു തെറ്റും അവർ ചെയ്യൂല. ലാ ഖബ്ല നുബുവ്വത്തി വലാ ബഅദ. പ്രവാചകത്വത്തിന്റെ മുമ്പോ ശേഷമോ അമ്പിയാക്കന്മാരിൽ തെറ്റ് സംഭവിക്കൂല. അങ്ങനത്തെ നബിയോട് മാപ്പ് ചോദിക്കണേ റബ്ബിനോട്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. അത് നമ്മളോടുകൂടെയുള്ള ആജ്ഞയാണ്. ഹബീബായ നബി തങ്ങൾ യുദ്ധത്തിന്റെ മുതല് ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, ദുൽ ഖുവൈസിറ എന്ന് പറയുന്ന മനുഷ്യൻ നബി തങ്ങളോട് വന്ന് പറഞ്ഞുവല്ലോ, റസൂലുള്ളാഹി തങ്ങളോട്, അന്നഹാ ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. പുണ്യ നബി ഓഹരി വെച്ച് കൊടുത്തപ്പോൾ ചില ആളുകൾക്ക് ഏറെ കൊടുത്തു, ചിലക്ക് ഇച്ചിരി കുറഞ്ഞുപോയി. ആ പൈസ വരുമ്പോഴാണല്ലോ പ്രശ്നമാവുക. പൈസയ്ക്ക് വേണ്ടിയല്ലേ പിണക്കങ്ങൾ ഉണ്ടാകുന്നത്, കാശിന് വേണ്ടിയല്ലേ അടിയും പിടിയും കൊലപാതകം വരെ നടക്കുന്നത്. പുണ്യനബി യുദ്ധത്തിന്റെ മുതലുകൾ ഓഹരി വെച്ച് കൊടുക്കുമ്പോ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്തതല്ല ഇത് എന്ന് നിബിധങ്ങൾ കൊടുത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? അയാളെ പോയി അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത്. ഹബീബായ നിബിധങ്ങളോടെ പറഞ്ഞത്, തങ്ങള് ഈ ചെയ്ത് ശരിയല്ല, ദിസ് ഈസ് ആൻ അൺജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങ് ചെയ്തത് അനീതിയാണ്, ശരിയായിട്ടില്ല, ഫെയർ ആയിട്ടില്ല, ഇറ്റ്സ് നോട്ട് ഫെയർ. പുണ്യ നബിയോടായി പറയുന്നത്
സ്വഹാബിമാർ ആ മനുഷ്യനെ പിടിച്ചു കെട്ടാൻ നോക്കിയപ്പോൾ തങ്ങൾ ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞു. ആ മനുഷ്യനെ അടിക്കാൻ പറഞ്ഞു, ജയിലടക്കാൻ പറഞ്ഞു, കൊല ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾ ഒരൊറ്റ വാക്കാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? റഹിമല്ലാഹു അഖീ മൂസ, പ്രവാചകനായിരുന്ന മൂസ നബി അലൈഹിസ്സലാം എന്റെ പ്രവാചക സഹോദരനാണ്. എന്റെ സഹോദരൻ മൂസ നബി അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലഖദ് സ്വബറ അലാ അശദ്ദ മിൻ ഹാദാ, ഇതിനേക്കാളും പ്രയാസകരമായ വാക്കുകൾ സ്വന്തം അനുയായികളുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വന്ന നബിയാണ് മൂസ നബി. എന്നിട്ടും പ്രവാചകൻ മൂസ നബി ക്ഷമിച്ചില്ലയോ? എന്റെ സഹോദരൻ മൂസ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്റെ പ്രവാചകൻ, എന്റെ സഹോദരനായ